ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പണിയില്ലാത്തൊരു മാതിരിയില്ലേ ഞാൻ ഈ വണ്ടി കൊടുത്തിട്ട് നോക്കി നിൽക്കുക കേട്ടോ. വേറെ ഒരു പണിയില്ലാത്തൊരു പോലെ എന്തായാലും എല്ലാവരും നോക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാനും കുറച്ച് നേരം നോക്കിക്കാന്ന് കരുതി. ഇതൊക്കെ കാണുന്ന ഒരു രസമല്ലേ. നമ്മുടെ ഇസൂനില്ലേ ഈ കരാട്ടെ കുംഫു അങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് അത് പഠിപ്പിച്ചു കൊടുത്താലോ എന്നുള്ളത്. പിന്നെ ഇനി ഓനെങ്ങനെ ഇന്നടിച്ച് മറിച്ചിട്ടാലോ എന്നൊരു പേടി. അതുകൊണ്ട് ഞാൻ ആ തീരുമാനത്തിന് വല്ലാതെ കൂടെ യോജിക്കുന്നില്ല. ഐസൂനൊന്ന് ഞാൻ രണ്ട് പൊരിക ഒരു കുത്തോ കോമയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കളിയാണ്. ഭയങ്കര ചൂടായതുകൊണ്ട് ഫാനൊക്കെ ഹൈ സ്പീഡിലിട്ടിട്ടാണ് മക്കൾ കിടക്കുന്നത്. മക്കൾ മാത്രമല്ല നമ്മളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ചെക്കന് പെരുന്നാൾക്കെടുത്ത ഷൂസാണ് കേട്ടോ. മെച്ചി ഇതൊന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് കൊടുത്തോണ്ട് നിൽക്കുകയാണ്. ഇതിങ്ങനെ പെരുന്നാളാവണ വരെ ഈ എടുക്കുക ഇതാണ് കേട്ടോ പണി. കത്ര ഷൂസ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ തല്ലുണ്ടാക്കുന്നതോ കടയിൽ കിടന്നിട്ട് അങ്ങനെ കത്രനൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനും എക്സാമൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേന് എത്തി കേട്ടോ. നോമ്പെടുത്തിട്ടാണ് പോയത്. വന്നപ്പോൾ തന്നെ മെച്ചൂർ ഗ്ലാസ് വെള്ളം തരുമെന്ന് വെച്ചിട്ടാണ് വന്നത്. ആദ്യം തരില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ കൊടുത്തു. ഇത് നമ്മുടെ പെരുന്നാൾക്ക് ഇടാൻ വേണ്ടി വാങ്ങിയ ഹെന്നക്കോടാണ് കേട്ടോ. ഹോം മെയ്ഡാണ്. അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിനകത്ത് വെച്ച് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പെരുന്നാൾ കയ്യോളം ഫ്രിഡ്ജിലിരിക്കുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം നമ്മൾ ഐസ് മൈലാഞ്ചി ഇടാനൊക്കെ സമ്മതിക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് നമ്മുടെ പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സ് നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. ഇത് അർഷാക്കുൻ്റെ ഷർട്ടാണ്. അപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി. ഇപ്പം എനിക്ക് എല്ലാവരും അങ്ങോട്ട് പിടിക്കില്ല കേട്ടോ. ഇതിൽ വർക്കൊക്കെ ഉണ്ട്, പക്ഷെ ഒന്ന് കാണാനല്ല. വർക്കല്ല, ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പാമ്പ് വരകളൊക്കെ ഉണ്ട്. എന്തായാലും അർഷാക്കുൻ്റെ ഡ്രസ്സുമായിട്ട് എനിക്കൊരു യോജിപ്പില്ല. ഇത് നമ്മൾ ചെറിയ ചെക്കൻ്റെ കേട്ടോ. ഇത് തെരഞ്ഞ് കിട്ടിയതാണ്. അവിടെ കുട്ടികൾക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സാമയെന്നാണ് കേട്ടോ ഡ്രസ്സ് എടുത്തത്, ചെപ്പശ്ശേരിയിലുള്ളത്. ഇത് സയാൻ്റെ ഷർട്ടാണ്. നല്ല കനുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആണ്, പക്ഷെ ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല ചെറിയ ത്രെഡ് വർക്ക് പോലത്തെ സംഭവമൊക്കെ കാണാണ്ട്. ഇത് സയാൻ്റെ പാൻറ്റാണ് കേട്ടോ. ചെക്ക വലുതായി ഗൈസ്. എനിക്ക് വാങ്ങണ്ട ഈ പാൻറ്റ് അല്ലേ. പണ്ട് ചെറുതായിരുന്നു, ഇപ്പോൾ വലുതായി. പെട്ടെന്ന് കുട്ടികളൊക്കെ വലുതാവുണ്ട് കേട്ടോ. അങ്ങനെ ഓൻ്റെ പാൻറ്റ്. അടുത്ത നമ്മുടെ ഇസുവിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് ഇസുവിന് തീരെ ഇഷ്ടമായിട്ടില്ല. ഇത് അർഷാക്കൂന് ഇഷ്ടമായിട്ട് എടുത്തതാണ്. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ചെക്കന് തീരെ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നാൽ പെരുന്നാൾക്ക് അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതോൻ്റെ പാൻറ്റാണ്. ഈ പാൻറ്റും എനിക്ക് ഇഷ്ടമായിട്ടില്ല. അങ്ങനെ അവിടെ നിൽക്കണ ആ ചേച്ചില്ലേ, ഇതിന് കുറേ പോക്കറ്റ് ഉണ്ടടാന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ മെല്ലെ കുപ്പിയിലാക്കിയിട്ടാണ് ഓൻ ഇതെടുത്തത്. പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും കുറേ പോക്കറ്റുകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അങ്ങനെ ഓൻ്റെ പെന്നും ഷർട്ടും കഴിഞ്ഞു. അടുത്തത് എൻ്റെ ഇതല്ലേ വേറൊരു കളറാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നത്. സംഭവം ശരിക്കും കളറല്ല. പിന്നെ ഇത് ഫുൾ ത്രെഡ് വർക്കാണ്. ഇപ്പോഴത്തെ മോഡൽ ഇതാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ എനിക്ക് തന്നത്. മറ്റേ സറാറയാണെന്നൊക്കെ പറഞ്ഞു. ഒരു ഷോർട്ടായിട്ടുള്ള ടോപ്പും പാൻസും ഷാളും ഒരു സെറ്റാണ്. ത്രെഡ് വർക്കിൽ സീക്വൻസ് വർക്കൊക്കെ വരേണ്ട. മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് ആ കടയിൽ നിന്നൊക്കെ ഇട്ടോക്കിയപ്പോൾ ഞാൻ വലിയ അടിപൊളിയായിട്ട് എനിക്കൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ കട ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോയി കേസ്. അപ്പോൾ ഇതേ വലിയൊരു അംബ്രല്ല കട്ടിൻ്റെ പാൻറ്റാണ്. അടിയിൽ എന്താ പറയുക വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എലാസ്റ്റിക് ആണ്. പിന്നെ ഉള്ളിൽ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ഷാൾ വന്നിട്ട് ഫുൾ വർക്കാണ്. ഇതും ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ് ഒക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഷാള് മൊത്തം വർക്ക് വരുന്ന ആ ഡ്രസ്സിനോട് ഭയങ്കര കമ്പാണ് കേട്ടോ. എന്തായാലും ഞാനൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട്. പണ്ട് പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്താണ് പെരുന്നാളാവോളം ഇങ്ങനെ ഇട്ടുകൊണ്ട് ചെയ്തോട്ടെ. ഇപ്പോൾ ഈ മക്കളെ കുറ്റം പറയുന്ന പോലെ തന്നെ അല്ല, എല്ലാ സാധനവും ഒന്ന് എടുത്ത് നോക്കും, വെച്ച് നോക്കും, ഇട്ട് നോക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അതിനോടൊന്നും വലിയ രസമില്ല ഗൈസ്, റങ്കില്ല ഗൈസ്. അപ്പം ഇനി ഇത് വീണ്ടും നമുക്ക് മടക്കി വെക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതേ ഐസ് വീണ്ടും എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇത് ഇവനെങ്ങനെ ഓരോരുത്തരും എടുത്തുണ്ടാവും, കുറച്ചായിട്ട് കൊടുന്നു തരും. പിന്നെ ഓരോരുത്തരും എടുത്തുണ്ടാവും, പിന്നെ കുറച്ചായിട്ട് കൊടുന്നു തരും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പിന്നെ എല്ലാവരും ഇഷ്ടമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവരുടെ അടുത്തേക്കും പോട്ടെ ചിരിച്ചിട്ട്. ഇതിനിടയ്ക്ക് വെയ്യാണ്ടായപ്പോഴാണ് ചെറുതായിട്ട് സ്വഭാവത്തിലേക്ക് ഒരു മാറ്റം വന്നത്. ഇപ്പോൾ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയായപ്പോഴല്ലേ ഇമ്മയും മർഷാക്കും വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇസു ഇങ്ങനെ ഇറങ്ങി ഓടുന്നത്. ഉമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ വന്ന സന്തോഷമാണ്. ഐസുവിനെ എടുക്കൽ, കൊഞ്ചൽ, വാരൽ, കോരൽ അതൊക്കെ ആയിരുന്നു. ഇസുമ്മാൻ്റെ കവറൊക്കെ തപ്പിത്തരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി. അങ്ങനെ കുറച്ചൊരു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്നത്തെ പോലെ ആസ് യൂഷ്വൽ പൊക്കവടയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പൊക്കവടയിലില്ലേ കുറച്ച് ആഡംബരം കുറവാണ് കേട്ടോ. കുറച്ച് ഐറ്റംസിൻ്റെ കുറവുണ്ടായിരുന്നു. എന്നാലും ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ്. എനിക്കിപ്പോൾ ഈ പൊക്കവട ഇഷ്ടമില്ലാതായിരിക്കും കേട്ടോ. കാര്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ഇത് ഉണ്ടാക്കും. എന്തിനാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കണമെന്ന് എനിക്കത് അറിയില്ല. പിന്നെ ഒരു സിമ്പിൾ പരിപാടിയായിട്ട് എനിക്കത് ഫീൽ ആവേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് ചിക്കൻ കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റി എടുത്തിട്ട് ഒരു ചിക്കൻ കറി നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ബട്ട് ഇതിൽ കുറച്ച് ചിക്കൻ കുറവാണ്. അതിന് പകരം നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ കറി നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ നോമ്പിൻ്റെ സമയത്തില്ലേ എനിക്ക് നേരം പോക്കിന് ഈ മക്കളൊക്കെയാണ് കേട്ടോ. ഇത് നമ്മൾ എളാപ്പാൻ്റെ പേരക്കുട്ടിയാണ്. ഓൾ എന്ന് വരുമ്പോൾ എന്നോട് പറയും ഞങ്ങൾ ശനിയാഴ്ച പോകുന്നു. പക്ഷെ അങ്ങനെ കുറേ ശനി കഴിഞ്ഞിട്ട് ഓള് പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഓളമ്മ പ്രസവിച്ചെടുക്കാൻ കേട്ടോ. ഓൾക്കൊരു കുഞ്ഞ് അനിയനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇമ്മാനോട് ഇങ്ങനെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും കളിക്കാൻ വന്നാൽ
പറഞ്ഞാൽ ഇവള് ഓരോരോ പരാതിയായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വരും. ഓരത് കാട്ടി ഇവരത് കാട്ടി, ഇന്ന് എൻ്റെ വീട്ടിൽ അതാണെന്ന് എൻ്റെ വീട്ടിൽ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. അതിൻ്റെ ഇടയിൽ എന്നോടില്ലേ ഇവലൊക്കെ ഐ ലവ് യു പറയുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഐ ലവ് യു പറഞ്ഞാൽ ഈ വീഡിയോയിലില്ല കേട്ടോ, എല്ലാം മുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇസുവിൻ്റെ ഇസുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവളെ. അപ്പോൾ ഓള് എല്ലാവരും കൂടെ ഇങ്ങനെ കളിക്കുകയാണ്. പക്ഷെ കളിയുടെ ഇടയിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതെല്ലാം പരിഹരിക്കുന്ന ഒരാളാണ് ഞാൻ പൊരിഞ്ഞ പണിയിലാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും കേട്ടോ. പിന്നെ ഇതൊക്കെ രസമല്ലേ, ഓലില്ലാതെ എന്താ ഒരു എൻജോയ്മെൻ്റ് ഉള്ളല്ലേ. അങ്ങനെ ഞാനും ഓരോ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടി മുട്ടിയിട്ടാണ് ജീവിക്കണത്. അടുത്തത് നമുക്കല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, ജ്യൂസ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഒരു പൈനാപ്പിൾ ലൈമാണല്ലേ അടിക്കണത്. അപ്പോൾ ഞാൻ ഏലക്ക ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മളത് തുറന്ന് കുറച്ച് ഏലക്കയൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതിൽ പൈനാപ്പിൾ ലൈമിൽ ഒരു അംഗത്തിൻ്റെ കുറവുണ്ട് കേട്ടോ, അണ്ടിപ്പരിപ്പില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രസം ഉണ്ടാവും. ഇത് പിന്നെ നമ്മുടെ ഐസും കട്ട, അത് പൊടിക്കാനുള്ളതാണ് കേട്ടോ, അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മുടെ ലൈമിനൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ അത്യാവശ്യം ജ്യൂസും വെള്ളമോ ലൈമോ എന്തായാലും അധികം വേണമല്ലോ. അതിൻ്റെ ഇടയിൽ ഐസും കട്ട പൊട്ടിക്കണ സൗണ്ട് കേട്ടപ്പോൾ ഇത് വന്നു കേട്ടോ, എന്തോ വെച്ച് ഇവിടെ കുത്തി പൊടിക്കണം പറഞ്ഞിട്ട് അതിനൊരു കട്ട വാങ്ങിയും പോയി കണ്ണിലും മൂക്കിലും ചുണ്ടിലും വായിലൊക്കെ വെക്കുന്നുണ്ട്. ഓൾക്ക് തന്നെ കേട്ടോ പണി. ഐസും കട്ട ഫ്രിഡ്ജിലിരിക്കണമൊക്കെ എടുത്ത് തിന്നും. അങ്ങനെ നമ്മൾ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി പഞ്ചസാര അടിച്ചൊഴിച്ച് നമ്മുടെ ലൈം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കപ്പ നേരാക്കി തന്നിട്ടുണ്ടായിരുന്നു ആ കപ്പ മീൻസ് പുളക്കിഴങ്ങ്, അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, എന്നാലും അത് കഴിക്കാൻ നല്ല രസമല്ല. ചിക്കൻ കറി കൂട്ടിയിട്ട് എഴുതിയിട്ട് അതും കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പരിപാടി പാത്രം കഴുകുന്നത്, ഇന്ന് കഴുകണം കേട്ടോ. എനിക്കിപ്പോൾ പാത്രം കഴുകാൻ ഈ ഒരു നോമ്പതിന് ശേഷമല്ലേ കുറേ പാത്രം കഴുകുന്നുണ്ട് ഞാനെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാലൊക്കെ കടയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അർഷാക്ക് പറഞ്ഞ് വെയിറ്റ് കൂടിയിട്ടാണെന്നുള്ളത്. വെയിറ്റ് കൂടിയ കാല് കടയോ ഗൈസ് എനിക്കറിയില്ല, എന്തായാലും എൻ്റെ കാല് ഭയങ്കര വേദന ഉണ്ട്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൈസൊട്ടൻ വീണ്ടും ഒന്നും ഇറങ്ങിയിട്ട് കേട്ടോ. ഓന് പുറത്ത് കുട്ടികൾ കളിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഓന് എല്ലാവരും കളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇസുവിനൊരു റങ്ക് എന്തിനെന്നറിയോ, പള്ളിക്ക് നോമ്പ് തുറക്കാൻ പോകണമെന്ന് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വളരെ ആകാംക്ഷയോടെ ത്രില്ലടിച്ചിട്ട് പോവുകയാണ്. ഇസ്മിച്ച് അസ്സലാമലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ടോ. ഓൻ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് എന്നോട് അസ്സലാമലൈക്കും എന്ന് പറയുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഓൻ പോയി, വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ അല്ലേ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, വണ്ടി വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഞാൻ ചെറിയൊരു പേടി കേട്ടോ. ചെക്കന്മാരോട് നേരെ ശ്രദ്ധിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നു ബാങ്ക് കൊടുക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മാൻ്റെ ഡ്രസ്സൊന്ന് കട്ട് ചെയ്യാമെന്ന് കേട്ടോ. ഉമ്മ മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് മാക്സി മീൻസ് നൈറ്റിയും പിന്നെ ടോപ്പും സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണ്. അളവിനുള്ള ഡ്രസ്സിൽ നിന്നും അളവുകളെല്ലാം നമ്മളെടുത്ത് തുണിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ ഏതോ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടപ്പോൾ അതിനൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ വെറുതെ കാണിക്കണമെന്ന്. അങ്ങനെയല്ല കേട്ടോ, എനിക്ക് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഈ ക്യാമറ എവിടെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് മാർക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കത്രികയുടെ മൂർച്ച കുറഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പാട് പെട്ടു, കൈയൊക്കെ ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ഇപ്പോൾ കത്രിക ഒന്ന് മൂർച്ചയൊക്കെ കൂടണം കേട്ടോ. ഞാൻ ഈ പേപ്പർ കട്ട് ചെയ്യുകൊണ്ട് അതിൻ്റെ മൂർച്ച എങ്ങനെ പോവാണ്. ശരിക്കും ഈ തുണി കട്ട് ചെയ്യണ കത്രികേൻ്റെ വേറെ ഒരു സാധനവും കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അതെനിക്ക് എല്ലാവരും ഞാൻ പറയണത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ചെയ്യാൻ പാടില്ല എന്ന് പറയണതെന്നുള്ളത്. എന്നാലും കത്രിക കേടുവെന്നാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. പിന്നെ ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പ് തുറന്നു. അങ്ങനത്തെ കുറച്ച് തിരക്കുണ്ടാവുമല്ലോ മഗ്‌രിബ് സമയത്ത്. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള കാറ്റ്, മഴ, ഇടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെയാണ് വന്നത്. അപ്പോൾ കറണ്ട് പോകലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ജക്ക പോകുക. അതിൻ്റെ ഇടയിൽ കുട്ടികളെ കരച്ചിലും. പിന്നെ ഞങ്ങൾ ടോർച്ച് അടിച്ചിട്ടാണ് കേട്ടോ കുറച്ച് നേരം ജീവിച്ചത്. അതിൻ്റെ ഇടയിൽ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ചടപെട്ടെന്ന് സൗണ്ടൊക്കെ കേൾക്കാണ്ട് ഒന്ന് പോയി നോക്കി. ഇപ്പോൾ സിറ്റ് ഔട്ട് ഫുള്ള് വെള്ളമായിരുന്നു. പുറത്ത് ഭയങ്കര മഴ. എനിക്കാണെങ്കിൽ പുറത്ത് മഴയും കാറ്റും ഇടിയൊക്കെ പൊട്ടുമ്പോൾ ഭയങ്കര പേടിയാവട്ടെ മനസ്സൊക്കെ. എല്ലാവരും വേണം വീട്ടിൽ. ഞാൻ ഒറ്റക്കൊക്കെ ആണെങ്കിൽ എൻ്റെ കാറ്റ് പോകും ഗൈസ്, അത്രയ്ക്ക് പേടിയാണ് എനിക്ക്. കറണ്ടൊക്കെ പോയി എനിക്ക് ഞാൻ ബാത്റൂമിലൊക്കെ ഇറങ്ങി ഓടും. ബാത്റൂമിലൊക്കെയാണ് കറണ്ട് പോകുമ്പോൾ ഞാൻ ഉള്ളതെന്ന് ഉണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ ഞാൻ ഉമ്മാൻ്റെ ഫോണിൽ ടോർച്ച് അടിച്ചിട്ട് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചൂടോടെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മീൻസ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഉറക്കമൊക്കെ വന്നിട്ടുണ്ട്, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉറക്കത്തിൽ എല്ലാവർക്കും മാറി കൊടുക്കലും കോരി കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇസുല്ലേ ആദ്യമായിട്ടാണ് ഈ മെഴുകുതിരി കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ട കൗതുകത്തിൽ ഇങ്ങനെ നോക്കിക്കാൻ കേട്ടോ, ഇതെന്താ മെച്ചിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കൈക്ക് ഇങ്ങനെ ഉരുകിയിട്ടുന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ പിടിക്കണൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നമ്മുടെ പണ്ടത്തെ പരിപാടികളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വിരലുകൊണ്ട് തീനെ ഇങ്ങനെ ആക്കുമല്ലോ. അത് ഞാനറിയാം, ഷിസുവിന് അറിയില്ല കേട്ടോ. ഷിസു ആദ്യമായിട്ടാണ് മെഴുകുതിരിയാണ്. എനിക്ക് ഭയങ്കര ഒരു എന്തോ പോലെ തോന്നി. ഞാൻ ഓനെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പം മെഴുകുതിരിയൊക്കെ ഇനിയിപ്പോൾ എന്താ പറയുക വംശനാശം സംഭവിച്ച് പോകുന്നവല്ലേ. എന്തായാലും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ കറണ്ട് വന്നപ്പോൾ അത് സയാനും ഊതിയതിന് പെരും തല്ലായിരുന്നു ഇവിടെ കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ഒന്ന് കത്തിച്ചിട്ട് ഇസുവിനേണ്ടൊന്ന് ഊതിപ്പിച്ചു. ഐസുവിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. തീയല്ലേ എനിക്ക് പിന്നെ അങ്ങനെ കത്തി നിൽക്കുന്നതും ഡാർക്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കറണ്ട് വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെഴുകുതിരി കെടുത്തിയതിനുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്മൾ അന്ന് കടന്നുറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ.